മുടി ശ്രദ്ധിക്കാതെ കൊണ്ട് തന്നെ എൻ്റെ മുടി മൊത്തം പോയി. നല്ല മുടി ഉണ്ടായിരുന്നതായിരുന്നു, ഇപ്പം മൊത്തം മുട്ടയായി എന്ന് തന്നെ പറയാം. ആ ഒരു അവസ്ഥയിലേക്കായി എൻ്റെ മുടി. അപ്പോൾ ഞാൻ ഇനി തൊട്ടിട്ട് സ്കിൻ കെയറിൻ്റെ കൂടെ തന്നെ ഹെയർ കെയറും കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം സ്കിൻ കെയർ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മുഖം എങ്ങനെ ഉണ്ടായിരുന്നത് എന്നുള്ളത്. നല്ലപോലെ പിഗ്മെൻറ്റേഷൻ അടിച്ച് മുഖത്ത് കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളും മൂക്കുരുവന്ന പാടുകളും കരിമങ്കല്യം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെ ഇങ്ങനെ വായ ചുറ്റുമൊക്കെ കരിമങ്കല്യം, അങ്ങനെ ഒരു കോലത്തിലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ സ്കിൻ കെയർ വീഡിയോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് നമ്മൾ സ്കിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. നല്ല വ്യത്യാസം പറഞ്ഞാൽ നല്ല വ്യത്യാസം. എനിക്ക് അന്നത്തെ വെച്ച് ഇന്ന് എനിക്ക് നല്ല ഒരു വ്യത്യാസമാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുക ഇനി ഹെയറും കൂടി അതുപോലെ ശ്രദ്ധിച്ചാൽ ഹെയറിൻ്റെ ആ മുടി കൊഴിച്ചിൽ നിൽക്കാനും താരൻ മാറാനും പുതിയ മുടികളൊക്കെ ഒന്ന് ബേബി ഹെയറുകളൊക്കെ ഇങ്ങനെ മുളച്ച് വരുമല്ലോ, അതൊക്കെ നമുക്കൊന്ന് വീണ്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ്. ഇടയ്ക്ക് വെച്ച് ഞാൻ ചെയ്തതായിരുന്നു ഹെയർ കെയർ, പിന്നെയും ഞാനത് വിട്ടു. ഇപ്പം ഞാനിപ്പോൾ പിന്നെ ഹെയർ കെയറിൻ്റെ ആ ഒരു നമുക്ക് ഒരുമിച്ച് തുടങ്ങാം.